ഷംഷാദ് മരക്കാർ നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ. ശ്രീ ഷംഷാദ് മരക്കാർ, നമ്മൾ തന്നെ ഇതിനോട് എത്രയോ തവണ ഇതേ വിഷയത്തിൽ സംസാരിച്ചു. വീണ്ടും വയനാട്ടിൽ നിന്ന് കാട്ടാന ആക്രമണം, ഒരു മരണമുണ്ടായി എന്ന വാർത്ത വരികയാണല്ലോ. യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയാണ് ഒരു മരണം സംഭവിച്ചത്. മനു എന്ന് പറയുന്ന നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലായിരുന്നു. ഇന്ന് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ അട്ടമല പ്രദേശത്താണ് ബാലൻ എന്ന് പറയുന്ന 26 വയസ്സ് പ്രായമുള്ള ഒരാൾ മരണപ്പെട്ടത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയുടെ തൊട്ടടുത്താണ് അട്ടമല പ്രദേശം എന്ന് പറയുന്നത്. അവിടെ കുറച്ച് കഴിഞ്ഞ മീറ്റിംഗിൽ പോലും നമ്മൾ പറഞ്ഞതാണ്, ആ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിൽ ആൾതാമസം ഇല്ലാത്തത് കൊണ്ട് കാട്ടാനയുടെ ശല്യം വർദ്ധിക്കുകയും മാധ്യമങ്ങളിലടക്കം അത് വലിയ വാർത്തയും വന്നതാണ്. അത് ശരിക്കും ശ്രദ്ധിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഫോറസ്റ്റിന് നൽകിയിരുന്നതാണ്. അപ്പൊ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടം പ്രദേശത്തും ആൾതാമസം ഇല്ലാത്തതും ഒന്നുമില്ലാത്തതും കൊണ്ട് വലിയ രീതിയിൽ കാട്ടാനകൾ തെങ്ങടക്കം മറച്ചിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ബൈലിപാലം കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന അട്ടമലയിലാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ്. കാരണം മേപ്പാടി പഞ്ചായത്ത് ഞങ്ങൾക്ക് അറിയാവുന്നത് പോലെ ആ പ്രദേശത്ത് വളരെ കുറച്ച് ആളുകളാണ് ഇനി ആ മേഖലയിലുള്ളൂ. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അവിടെ നിന്ന് മാറി അട്ടമല ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ജനവാസ മേഖലയായുള്ളത്. അവിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതെ, ഇതിപ്പോൾ അവിടെ നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ ഒക്കെ പറയുന്ന, വാർഡ് മെമ്പറൊക്കെ പറയുന്നത് ഇത് നിരന്തരം ഇവിടെ ശല്യമുള്ളതാണ്. നമ്മളും അത്തരം റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുമ്പോൾ ഒരു നടപടിയും അവർ കൈക്കൊള്ളുന്നില്ല. ഇത് എല്ലായിടത്തും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ശ്രീ ഷംഷാദ് മരക്കാർ. തീർച്ചയായും രണ്ട് തവണ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കാരണം ആദ്യത്തെ തവണ നമ്മളുടെ പുഞ്ചിരിമട്ടം മേഖലയിൽ മുണ്ടക്കൈ മേഖലയിലുള്ള ആനയുടെ പ്രയാസം നമ്മൾ പറഞ്ഞതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ദുരന്തം ഉണ്ടായതിനു ശേഷം ആനകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സെൻട്രൽ റോക്ക് എസ്റ്റേറ്റിന്റെ പരിസരത്തുണ്ടായി. ഇതെല്ലാം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽ മീറ്റിങ്ങുകളിൽ കൃത്യമായി പറയുകയും അത് കൃത്യമായി ഇടപെടൽ നടത്തണമെന്നും അവിടെ പെട്രോളിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ വേണമെന്നും എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. പക്ഷെ ദാരുണമായൊരു സംഭവമാണ് അട്ടമലയിൽ ഇപ്പോൾ. ഇതിപ്പോൾ താങ്കൾക്ക് ഇതിന്റെ ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീ ഷംഷാദ് മരക്കാർ? ഇത് എപ്പോഴാണ് ഉണ്ടായത്? അതുപോലെ അദ്ദേഹം എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു? അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് അറിയാമോ? ഞാൻ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അട്ടമല പ്രദേശത്ത് ഉന്നതിയിൽ താമസിക്കുന്ന ആളുകളാണ്. അവർ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴിയിൽ വെച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. അപ്പൊ മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ആ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അവരവിടെ എത്തിയാൽ നമുക്ക് കൂടുതൽ വിവരം കിട്ടും. അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഇത് തന്നെയാണ്. പുഞ്ചിരിമട്ടം മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായിരുന്ന ആനകൾ തന്നെയാണ് അട്ടമല പ്രദേശത്തേക്ക് പോയത് എന്നുള്ളത്. കാരണം അത് അവർ പറയാൻ കാരണം അത് അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം മാധ്യമങ്ങളിൽ വരികയും നമ്മൾ മീറ്റിംഗിലടക്കം പറയുകയും ശ്രദ്ധിക്കണമെന്ന് പറയുകയും ചെയ്ത മേഖലയാണ്. അവിടെ നിന്നുള്ള ആനകൾ തന്നെയാണ് മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമട്ടത്തു നിന്നും അട്ടമലയിലേക്ക് പോയത്. അതുകൊണ്ടാണ് ആളുകൾ ആ രീതിയിൽ നമ്മൾ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇതിപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വനമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു. കൂടാതെ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുന്നു, നഷ്ടപരിഹാരം നൽകുന്നു. ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം ഈ ഉന്നതതല യോഗത്തിലും നഷ്ടപരിഹാരത്തിലും നിൽക്കേണ്ടതല്ല. കാരണം അവിടെ ഒന്ന് താങ്കൾക്ക് അറിയാവുന്നത് പോലെ നമ്മളവിടെ ഈ ദുരന്തത്തിന് ശേഷം വൈദ്യുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായി. വൈദ്യുതി എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. കാരണം അവിടെ നമ്മൾ ഇനി താമസിക്കാൻ പറ്റാത്ത നോ ഗോ സോണിൽ വൈദ്യുതി കൊടുക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ KSTB പറഞ്ഞു. ആ മീറ്റിംഗിലും ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്നാൽ അവിടുത്തെ കാര്യം അവിടെ നിൽക്കട്ടെ, പോകാൻ കഴിയുന്ന ഗോ സോൺ മേഖലയിൽ മുഴുവൻ വൈദ്യുതി കൊടുക്കണം, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും വേണം. കാരണം അവിടെ വന്യമൃഗശല്യം ഉണ്ട്. മറ്റേ ആൾതാമസം ഉള്ളപ്പോൾ ആളുകൾ ഉള്ളത് കൊണ്ട് വന്യമൃഗം കാര്യമായി വരില്ലായിരുന്നു. ആൾതാമസം ഇല്ലാത്തപ്പോൾ ഇത് വർദ്ധിച്ചു. ആളുകളുടെ കൃഷിയുടെ 3 ദിവസം വയനാട്ടിലെ മാധ്യമങ്ങളിൽ 24 അടക്കം പത്രമാധ്യമങ്ങളടക്കം 3 ദിവസം ഇത് തുടർച്ചയായി വാർത്ത വരികയും നമ്മൾ ഇത് അവരോട് പറയുകയും ചെയ്തതാണ്. അവിടെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞതാണ്. കാരണം അതിന്റെ തൊട്ടപ്പുറത്താണ് പുത്തുമല ഫോറസ്റ്റ് ഓഫീസ് ഉള്ളത്. അപ്പൊ പുത്തുമല ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 2-3 കിലോമീറ്റർ അവർക്ക് യാത്ര ചെയ്താൽ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒരു പെട്രോളിംഗ് സാധ്യമാണ്. അവരോട് പറഞ്ഞ കാര്യവുമാണ്. അത് പറഞ്ഞിട്ട് പോലും അവരൊരു ഗൗരവത്തിൽ ഈ വിഷയത്തെ എടുക്കാതിരിക്കുകയും അവിടെ പെട്രോളിംഗ് സൗകര്യം ഇല്ലാതെ നടത്തുകയും ഈ ആനയെ തുരത്തി ഓടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ല. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഫോറസ്റ്റിന്റെ മീറ്റിംഗിൽ നമ്മളത് പറഞ്ഞു, കളക്ടർ ഇരിക്കുന്ന മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു, പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ ഇരിക്കുന്ന മീറ്റിംഗിൽ പറഞ്ഞു. നമ്മൾ അതിനോടൊപ്പം ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ വിളിച്ച മീറ്റിംഗ്, അതായത് ലിസ്റ്റ് മാത്രം ചർച്ച ചെയ്യുന്ന മീറ്റിംഗിൽ പോലും
നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ശ്രദ്ധിക്കണമെന്നുള്ള. അപ്പൊ അവരെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ രീതിയിലാണ് വയനാട്ടിലെ വനം വകുപ്പിന്റെ അവസ്ഥ. ഒരു കാര്യവും നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇന്നലെ താങ്കളുടെ റിപ്പോർട്ടറോട് തന്നെ ചോദിച്ചു നോക്കണം. കാരണം ഇന്നലെ ഒരു മരണമുണ്ടായ സ്ഥലത്ത് ആളുകളുടെ ഏറ്റവും വലിയ ആക്ഷേപം പഞ്ചായത്ത് തലത്തിൽ ജനങ്ങളും ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഓഫീസറും ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളുള്ള മീറ്റിംഗിൽ 8 തവണ കത്ത് നൽകിയിട്ട് പോലും വൈൽഡ് ലൈഫ് വാർഡൻ പങ്കെടുക്കുന്നില്ല. 8 തവണ അദ്ദേഹത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് കത്ത് നൽകിയിട്ടും ആ മീറ്റിംഗിൽ അദ്ദേഹം ഒന്ന് പങ്കെടുക്കുകയും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ജനങ്ങളുടെ പരാതികൾ കേൾക്കുകയും അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട ആളാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ അതിന് ഒരാളെ പകരം അയച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. പകരം അയച്ച ആൾക്ക് ഒരു തീരുമാനം പോലും ആ മീറ്റിംഗിൽ പറയാനുള്ള അധികാരവുമില്ല. ഈ രീതിയിൽ നിസ്സംഗതയാണ് വനം വകുപ്പ് കാണിക്കുന്നത്. അതിൽ നിസ്സംഗമായൊരു മന്ത്രി ഇരിക്കുന്ന വകുപ്പിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം. നന്ദി ശ്രീ ഷംഷാദ് മരക്കാർ പ്രതികരിച്ചതിന്. അട്ടമലയിൽ ഒരാൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വയനാട്ടിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. 27 വയസ്സുള്ള ബാലൻ എന്നയാളാണ് ആനയുടെ ആക്രമണത്തിൽ ദാരുണമായ അന്ത്യത്തിനിരയായത്. ബാലകൃഷ്ണൻ 27 വയസ്സാണ് പ്രായം. ഇത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആകാം ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ നമുക്ക് മൃതദേഹം കാണാൻ കഴിയുന്നുണ്ട്. ആദിവാസി യുവാവാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ വയനാട്ടിൽ നിന്ന് മാത്രം ഇപ്പോൾ 2 മരണത്തിൻ്റെ വാർത്തകളാണ് നമ്മെ തേടിയെത്തിയത്. സംസ്ഥാനത്ത് ഇത് വിവിധ ഇടങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ വരുന്നു. അപ്പോൾ എന്താണ് വനംവകുപ്പ് കൈക്കൊണ്ടിരിക്കുന്ന നടപടി? ഉന്നതതല യോഗം വിളിച്ചതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്നു. അതൊക്കെയാണോ ഇതിന് പരിഹാരം എന്ന ചോദ്യം വീണ്ടും നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്.